ധന്യ മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഓച്ചന്തുരുത്തിൻ്റെ ഓമനപുത്രിയും കൂനമ്മാവിൻ്റെ സുഹൃതിനിയും വരാപ്പുഴയുടെ വരദാനവുമായ ധന്യ മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെടുമ്പോൾ കേരളസഭയ്ക്ക്, ഭാരതസഭയ്ക്ക് ഇന്ന് അഭിമാനത്തിൻ്റെ സുദിനം, ആനന്ദത്തിൻ്റെ പൊൻസുദിനം. ഭാരതസഭയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനിയും കേരളസഭയുടെ ആദ്യ സന്യാസിനിയും കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭ സ്ഥാപകയും വരാപ്പുഴ അതിരൂപതാംഗവുമായ ധന്യ മദർ ഏലീശ്വയെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നു. വൈപ്പിൻ ദ്വീപിലെ ഓച്ചന്തുരുത്ത് കുരിശിങ്കൽ ഇടവക വൈപ്പിശ്ശേരി തറവാട്ടിലെ ക്യാപ്റ്റൻ തൊമ്മൻ താണ്ട ദമ്പതികളുടെ സീമന്തപുത്രിയായി 1831 ഒക്ടോബർ 15 ജനിച്ച ഏലീശ്വ ബാല്യം മുതലേ തികഞ്ഞ ദൈവമാതൃഭക്തിയും പാവങ്ങളോട് സഹാനുഭൂതിയും ഉള്ളവളായിരുന്നു. 16 വയസ്സിൽ കൂനമ്മാവിലെ വാകയിൽ തറവാട്ടിലെ വത്തരുവുമായി വിവാഹം നടക്കുകയും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അന്ന എന്ന് അവർ ആ കുഞ്ഞിന് പേരിടുകയും ചെയ്തു. എന്നാൽ 1.5 വർഷത്തിനു ശേഷം വത്തരു രോഗം ബാധിച്ച് മരണപ്പെടുകയും പുനർവിവാഹത്തിന് വിസമ്മതിച്ച ഏലീശ്വ ഏകാന്തതയിലും ദീർഘനേരത്തെ പ്രാർത്ഥനയിലും പാവങ്ങളെ സഹായിക്കുന്നതിലും ആശ്വാസം കണ്ടെത്തി. വൈധവ്യത്തിൻ്റെ കനലിൽ ചവിട്ടി നിന്നപ്പോഴും ഇടുങ്ങിയതും പരിക്കനുമായ പാതയാണ് അവൾ സധൈര്യം തിരഞ്ഞെടുത്തത്. തൻ്റെ ശിഷ്ടജീവിതം ദൈവത്തിനും ആത്മീയതയ്ക്കുമായി ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച ഏലീശ്വയുടെ ഭക്തിയിലും സേവന ജീവിതത്തിലും ആകൃഷ്ടരായി മകൾ അന്നയും സഹോദരി ത്രേസ്യയും അവളുടെ പാത പിന്തുടർന്ന് ആത്മീയ ജീവിതം നയിച്ചു. കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളി വികാരിയായിരുന്ന ഇറ്റാലിയൻ വൈദികൻ ലെയോപോൾഡ് ഓസിഡിയോട് ആത്മീയ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും അദ്ദേഹം അത് അന്നത്തെ വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണഡിൻ ബെച്ചനെല്ലി പിതാവിനെ 1862 അറിയിക്കുകയും 3 പേരെയും സന്യാസി ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സന്യാസം കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ലൗകിക സന്തോഷങ്ങൾ വെടിഞ്ഞ് ദൈവസ്നേഹത്താൽ ജ്വലിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി ദിവ്യകാരുണ്യനാഥനിൽ വേരൂന്നി മദർ ഏലീശ്വ കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയ്ക്ക് 1866 ഫെബ്രുവരി 13 കൂനമ്മാവിൽ രൂപം കൊടുത്തു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്ത ഏലീശ്വാമ്മ സഭയുടെ കൽപ്പനകളും സഭാധികാരികളോടുള്ള അനുസരണയും വിധേയത്വവും സന്യാസവ്രതങ്ങളും ഏറ്റവും സൂക്ഷ്മത്തോടെ അനുഷ്ഠിച്ച തപസ്വിനിയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്ത് കണ്ണുനട്ട് അവിടുത്തെ കരുണ അനുഭവിച്ച് അഭ്യസിച്ച് കരുണയുടെ മുഖമായ ഏലീശ്വ സുവിശേഷ ഭാഗ്യങ്ങളുടെ സാക്ഷിയായി മാറി. ഓച്ചന്തുരുത്ത് വൈപ്പിശ്ശേരി തറവാട്ടിൽ ഒരു നല്ല മകളായി ജീവിച്ച് കൂനമ്മാവ് വാകയിൽ തറവാട്ടിൽ ഉത്തമ ഭാര്യയുടെ അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിച്ച ഏലീശ്വാമ്മ തൻ്റെ വ്രതത്രയ സമർപ്പണത്തിലൂടെ ഈശോയെ കണ്ടെത്തിയ യോഗിനിയാണ്. കുടുംബങ്ങളുടെ സമുദ്ധാരകയാണ്. പ്രാർത്ഥന ജീവിതമാക്കി, ജീവിതം പ്രാർത്ഥനയാക്കി ദിവ്യകാരുണ്യനാഥനിൽ വിലയം പ്രാപിച്ചവളാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ പൊൻപ്രഭ സ്വന്തമാക്കിയവൾ. പ്രാർത്ഥന എന്ന കലയിൽ സ്ഫുടം ചെയ്ത ഉൾവിളികൾ സ്വർണപ്രഭയോടെ കർമ്മരംഗങ്ങളിലേക്കും പടുത്തുയർത്തിയവളാണ് ഏലീശ്വാമ്മ. ഒരു സന്യാസിനി അനശ്വരമായ സമ്പത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവളാണെന്ന് സഭാമക്കളെ പഠിപ്പിച്ച ഏലീശ്വാമ്മ സമ്പൂർണ്ണ വിരക്തിയുടെ മകുടോദാഹരണമാണ്. സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ നെഞ്ചിലേറ്റി സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി പ്രയത്നിച്ച് സ്ത്രീ സമൂഹത്തെ തേജസ്വിനികളാക്കിയ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ നവോത്ഥാന നായിക. കൂനമ്മാവിൽ ആദ്യ സന്യാസിനി സഭയും 1868 ജൂലൈ 20 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം കൂനമ്മാവിൽ സ്ഥാപിക്കുകയും
ബോർഡിങ്ങും അനാഥാലയവുമൊക്കെ സ്ഥാപിച്ച്, പെൺകുട്ടികളെ കൈത്തൊഴിൽ പഠിപ്പിച്ച്, പ്രത്യേകിച്ച് കൊന്തക്കെട്ട് പഠിപ്പിച്ച്, സ്ത്രീ സമൂഹത്തെ ശാക്തീകരിച്ച കേരളക്കരയുടെ ആത്മീയ സാമൂഹിക നവോത്ഥാന നായികയാണ് മദർ ഏലീശ്വ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും മദർ ഏലീശായുടെ സന്തത സഹചാരിയായിരുന്നു. റീത്ത് വിഭജനത്തെ തുടർന്ന് തൻ്റെ സ്വത്തുക്കളും ആദ്യ ഭവനവും പ്രിയപ്പെട്ട മകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണും വിദ്യയുടെ വെളിച്ചം പകർന്ന സ്കൂളും അനാഥ മന്ദിരവും ബോർഡിംഗ് ഭവനവും എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗിനിയായി ക്രൂശിതനിൽ ദൃഷ്ടിയുറപ്പിച്ച് കുരിശിനപ്പുറമുള്ള ഉദ്ധാനകൃപാ സ്വപ്നം കണ്ട് പടിയിറങ്ങിയവളാണ്. ജീവിതാനുഭവങ്ങളുടെ, രോഗങ്ങളുടെ, സഹനങ്ങളുടെ, പ്രശ്നങ്ങളുടെയൊക്കെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവൾ. സഹനത്തിൻ്റെ നടുവിൽ ദൈവഹിതം വെളിവാകുന്നതിനു വേണ്ടി കാത്തിരുന്ന വിവേകമതിയായ അമ്മ. എല്ലാ നഷ്ടങ്ങളും ലാഭമായി കണ്ട് അമ്മ സന്യാസ സമർപ്പണത്തിൻ്റെ സൗരഭ്യം വർദ്ധിപ്പിച്ചു. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപിടികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ വെളിച്ചത്തിൽ ജീവിച്ച ധീരവനിതയാണ് മദർ ഏലീശ്വ. ദൈവത്തെ മാത്രം സ്നേഹിച്ച്, ദൈവമല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ്, തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ദൈവാരാധനകളാക്കി മാറ്റിയ മദർ ഏലീശ്വ 1913 ജൂലൈ 18 ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. വരാപ്പുഴ അതിരൂപതയിലെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും നാമധേയത്തിലുള്ള ബസിലിക്കയിലാണ് മദർ ഏലീശ്വയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത്. പിന്നീട് മദറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വരാപ്പുഴ സെയിൻറ് ജോസഫ് കർമ്മല മഠത്തിലെ സ്മൃതി മന്ദിരം എന്ന കപ്പേളയിലേക്ക് മാറ്റി. അനേകം തീർത്ഥാടകരും വിശ്വാസികളും മദറിൻ്റെ ശവകുടീരം സന്ദർശിക്കുകയും മാധ്യസ്ഥം തേടുകയും അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു. 2008 മെയ് 30 മദർ ഏലീശ്വയെ തിരുസഭ ദേവദാസി പദവിയിലേക്ക് ഉയർത്തി. 2023 നവംബർ 8 മദർ ഏലീശ്വയുടെ വിരോചിതമായ പുണ്യജീവിതം അംഗീകരിച്ചുകൊണ്ട് ധന്യ എന്ന പ്രഖ്യാപനം നടത്തി. കേരള സഭയുടെ ആദ്യ സന്യാസിനിയും ഭാരതത്തിലെ ആദ്യ കർമ്മലീത്ത സന്യാസിനി സഭാസ്ഥാപകയുമായ ധന്യ മദർ ഏലീശ്വയെ 2025 നവംബർ 8 വൈകുന്നേരം 4:30 വല്ലാർപാടം ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലി മധ്യേ ലേയോ 14 പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. 1866 കൂനമ്മാവിൽ ഒരു ചെറുലതയായി രൂപം കൊണ്ട് TOCD സഭാതരുവിൽ പടർന്ന് ഇന്ന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, റുവാണ്ട, സാംബിയ, ടാൻസാനിയ എന്നിവിടങ്ങളിലായി 77 രൂപതകളിൽ 11 പ്രൊവിൻസുകളിലായി 223 കോൺവെന്റുകളും 1350 സിസ്റ്റേഴ്സും സ്ഥാപക മദർ ഏലീശ്വയുടെ പാതയിൽ ധ്യാനാത്മക ജീവിതം, വിദ്യാഭ്യാസം, ആതുര സേവനം, ഹോം മിഷൻ, ജയിൽ പ്രേക്ഷിതത്വം, അജപാലന ശുശ്രൂഷ, BCC കുടുംബ പ്രേക്ഷിതത്വം, മതബോധനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ആത്മരക്ഷാർത്ഥം നിസ്വാർത്ഥ സേവനം ചെയ്തു വരുന്നു. ഭൂമിയുടെ ഉപ്പായി, ലോകത്തിൻ്റെ പ്രകാശമായി ദൈവത്തിനും ദൈവജനത്തിനും സമർപ്പിക്കപ്പെട്ട മദർ ഏലീശ്വയുടെ ധന്യജീവിതം അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ പുണ്യനിമിഷത്തിൽ നമുക്ക് അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. അമ്മ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വർണ്ണപുഷ്പങ്ങൾ നമ്മുടെ മേൽ വർഷിക്കട്ടെ.